കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനെയൊരു ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള വഴി അവർ ഒരുക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ കയറുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു കോൺഗ്രസ് ജയിച്ചിട്ട് എന്തിനാണ്, അവർക്ക് നയിക്കാൻ ഒരു നേതാവുണ്ടോ, മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ഒരാളുണ്ടോ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു നിർത്താൻ ഒരാളുണ്ടോ, അവർക്ക് നേതാക്കൾ ആരും തന്നെ ഇല്ല എന്നുള്ള രീതിയിലാണ് നാട്ടിൽ മൊത്തം സംസാരം വന്നത്. അപ്പോ കേരളത്തിലുള്ളവരും വിചാരിച്ചു ശരിയാണ്, കോൺഗ്രസിൽ ഇപ്പൊ ആരാ ഉള്ളത്, മുഖ്യമന്ത്രി ആകാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി ആരാ ഉള്ളത്, എല്ലാവരും തമ്മിലടിച്ച് നടക്കുകയാണ് എന്നൊക്കെയാണ് പിണറായി സർക്കാർ രണ്ടാമത് തുടർഭരണത്തിൽ ജയിച്ചു കയറിയപ്പോൾ കേരളം ഒട്ടാകെ പറഞ്ഞ അത് തന്നെയാണ്. എല്ലാവരും അത് ശരിവെക്കുകയും ചെയ്തു. കാരണം ഉയർത്തിപ്പിടിക്കാനായിട്ട് കോൺഗ്രസിലൊരു നേതാവൊന്നും ഇല്ലായിരുന്നു. മുഖ്യമന്ത്രി ആകാൻ പറ്റിയ, കേരളത്തെ നയിക്കാൻ പറ്റിയ ഒരാള് എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ കോൺഗ്രസിൽ ഒരാൾ അന്നില്ലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന കോൺഗ്രസിനെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത കൊണ്ടുവന്നത് VD സതീശനാണ്, VDS. അത് കേരളത്തിലെ എല്ലാ ആളുകൾക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഒന്നുമല്ലാതിരുന്ന ഏറ്റവും വലുത് ജനങ്ങളുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടാക്കുക, ഒരു സ്ഥാനം ഉണ്ടാക്കുക എന്നതാണല്ലോ. ഇവരെ കൊണ്ട് പറ്റും, കേരളം ഭരിക്കാൻ ഇവരെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ആ തോന്നൽ ഉണ്ടാക്കിയെടുത്ത ആളാണ് VD സതീശൻ. അപ്പോൾ ഒരിക്കലും അദ്ദേഹം നേതൃത്വം കൊടുത്ത് ഇത്രയും പ്രഖ്യാപനങ്ങൾ നടത്തി VD സതീശനെ പോലെ വിദ്യാഭ്യാസമുള്ളതും ദീർഘവീക്ഷണമുള്ളതും എന്താണ് ചെയ്യാൻ പോകുന്നതിനുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാനും പഠിച്ചു പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാലും ഈ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂകളൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാലും എല്ലാവർക്കും അത് മനസ്സിലാവുന്നതാണ്. തീർച്ചയായും അദ്ദേഹം കൊടുത്ത കോൺഫിഡൻസിന്റെ ഉറപ്പിൽ തന്നെയാണ് കോൺഗ്രസിന് ഇത്രയും ഉജ്ജ്വലമായ ജയം ഉണ്ടായത്. അദ്ദേഹം മുഖ്യമന്ത്രി ആകും, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നൊരു തോന്നൽ ജനങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം അവർക്ക് കിട്ടിയെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഒരു ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു ചെയ്യുന്ന, വെറും വാക്കു പറയാത്ത ഒരാൾ എന്നൊക്കെയുള്ള തോന്നൽ അദ്ദേഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. ആ വിശ്വാസത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഈ തർക്കങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. പട നയിച്ചവൻ തന്നെ നയിക്കട്ടെ എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർന്നു വരുന്നുണ്ട്. നാനാഭാഗത്തു നിന്നും പല പല പേരുകളാണ് കേൾക്കുന്നത്. ഒരിക്കലും അത് കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള യാതൊരു പാർട്ടിയിലും പെടാത്ത ആളുകളുടെ വോട്ടാണ് ഈ കിടന്ന് കളിക്കുന്നത് മൊത്തം. അവരുടെ മനസ്സിൽ അയ്യോ ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോ എന്നൊരു തോന്നൽ ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ VDS തന്നെ മുഖ്യമന്ത്രി ആകണമെന്നായിരിക്കും കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും ആഗ്രഹം. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ആഗ്രഹം എല്ലാം അത് തന്നെയായിരിക്കും. അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, കേരളത്തിലെ യുവജനങ്ങൾ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്തത് UDF-നാണ്. എന്താ കാര്യം? പുള്ളി പറഞ്ഞു യുവാക്കൾ ഒരിക്കലും കേരളം വിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഉണ്ടാവില്ല എന്ന് പുള്ളി ഉറപ്പ് പറഞ്ഞു. യുവാക്കൾക്ക് ഇവിടെ തന്നെ നിൽക്കാൻ, ഈ യുവാക്കളെല്ലാം സ്വന്തം നാടും വീടും കൂട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചു പോകുന്നത് എന്തോരം ദുഃഖമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പോയവർക്ക് മാത്രമേ അറിയാവുള്ളൂ. സ്വന്തം നാടും കൂട്ടുകാരും വളർന്ന സാഹചര്യമൊക്കെ വിട്ടുപോകാൻ ഒരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പക്ഷെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവിനും അനുസരിച്ചുള്ള ജോലി കിട്ടാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവരൊക്കെ പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി തരും എന്ന് VDS ഉറപ്പ് പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും യുവാക്കൾ അത്രയും വോട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ, യാതൊരു രാഷ്ട്രീയത്തിലും പെടാത്ത ആളുകളുടെ വോട്ട് കൊണ്ട് തന്നെയാണ് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ ആഗ്രഹം അതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു ചതി തന്നെയായിരിക്കും എന്നാണ് പറയേണ്ടി വരിക. ഏതായാലും തമിഴ്നാട്ടിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ വിജയുടെ കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി കേരളത്തിലെ കാര്യം മാത്രമേ അറിയാനുള്ളൂ. എത്രയും വേഗം മുഖ്യമന്ത്രി ആരാണ്, മറ്റുള്ള മന്ത്രിമാരൊക്കെ ആരാണെന്ന് അറിയാനായിട്ട് എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. അത് വേഗം സംഭവിക്കട്ടെ.